ദ ജേർണലിസ്റ്റിലേക്ക് ഗാസയെ വെണ്ണീറാക്കുക എന്ന തീരുമാനത്തിൽ അധിഷ്ഠിതമായാണ് ഇസ്രായേലിന്റെ നീക്കങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ 2-3 ദിവസമായി തുടരുന്ന വ്യോമാക്രമണം. അതിശക്തമായ വ്യോമാക്രമണമാണ് ഖാൻ യൂനിസിലേക്കും വടക്കൻ ഗസയിലേക്കും ഒക്കെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെക്കൻ ഗസയിലേക്കും വ്യോമാക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേൽ. ഗസയിലെ കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നു തരിപ്പണമാവുകയും ആശുപത്രികളും സ്കൂളുകളും അഭയാർത്ഥി കേന്ദ്രങ്ങളും ഒക്കെ ഇല്ലാതാകുകയും ചെയ്യുന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ നൽകാൻ ഹമാസ് സജ്ജമാവുകയും അത്തരം തിരിച്ചടികൾ നൽകുകയും ചെയ്യുന്നു എന്ന നിർണായകമായ ചില അവകാശവാദങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇന്ന് അല്പസമയം മുമ്പ് ഹിന്ദുസ്ഥാൻ ടൈംസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേലിന്റെ ഒരു സൈനിക കേന്ദ്രം, അവരുടെ ഒരു മിലിറ്ററി ക്യാമ്പ് അങ്ങനെ തന്നെ ബോംബ് വെച്ച് ഹമാസിന്റെ ആളുകൾ തകർത്തു എന്നുള്ളതാണ്. അതിന്റെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോകൾ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. അതായത് ഇസ്രായേൽ ഒരു വശത്ത് വ്യോമാക്രമണം ശക്തമാക്കുമ്പോൾ കരയുദ്ധത്തിലൂടെ മുന്നേറാൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ വീഡിയോയും പുറത്തു വന്നിരിക്കുന്നത്. ആ വീഡിയോയിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേലിന്റെ ഒരു മിലിറ്ററി ക്യാമ്പിന് നേരെ അറ്റാക്ക് നടക്കുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ ഇസ്രായേലിന്റെ സൈനികർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഹമാസിന്റെ ആളുകൾ ബോംബുകൾ പ്ലാൻ ചെയ്യുന്നു. അല്പസമയത്തിന് ശേഷം ഇത് എക്സ്പ്ലോഡ് ചെയ്യുകയാണ്, ഡിറ്റണേറ്റ് ചെയ്യുകയാണ്. ആ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഹമാസ് പറയുന്നത് ഇത് ഞങ്ങളുടെ പ്രതികാരമാണ് എന്നാണ്. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ടിൽ ഇത് ഹിന്ദുസ്ഥാൻ ടൈംസ് ഈ വീഡിയോയുടെ ആധികാരികത സ്ഥിരീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളും അത് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ അത് ഹമാസിന്റെ ആക്രമണമാണ് എന്ന് അവർ അവകാശപ്പെടുകയാണ്. അതിനെതിരെ ഇസ്രായേൽ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ കാഷ്വാലിറ്റി ഇസ്രായേൽ സൈന്യത്തിന് ഈ ഒരു മിലിറ്ററി ക്യാമ്പിലെ ആക്രമണത്തിലൂടെ ഉണ്ടായി എന്നും ഹമാസ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് 5 സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അത് ഏത് ആക്രമണമാണ്? ഈ ഒരു ഡിറ്റനേറ്റ് ചെയ്ത മിലിറ്ററി ക്യാമ്പിൽ നിന്നുള്ള ആക്രമണമാണോ, ആ ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ 5 പേർ മരിച്ചതായി ഇസ്രായേലിന്റെ സൈനിക വൃത്തങ്ങളും അറിയിക്കുന്നുണ്ട്. അതായത് ഒരു വശത്ത് ഇസ്രായേൽ ഗസയെ തകർത്തു തരിപ്പണമാക്കാൻ മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് ഹമാസ് അതിശക്തമായ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തെക്കൻ ഗസയിലേക്ക് നീങ്ങിയ ഇസ്രായേൽ സൈന്യത്തിന് അവിടെ നിന്ന് പിന്തിരിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കരയുദ്ധത്തിന്റെ കാര്യത്തിലാണ്, ഒരിക്കലും വ്യോമാക്രമണത്തിന്റെ കാര്യത്തിലല്ല. വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ എന്നത്തെ പോലെ സാധാരണക്കാരെ കൊല്ലുന്ന പ്രക്രിയ, അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ബോംബിംഗ്, ആ പ്രക്രിയ ഒക്കെ തുടരുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ കരയുദ്ധത്തിൽ ഇസ്രായേലിന് മുന്നേറാൻ ഇവിടെയും സാധിക്കുന്നില്ല. ഹമാസിന്റെ തുരങ്കങ്ങളിൽ കടൽ വെള്ളം നിറച്ചുകൊണ്ട് ഹമാസിന്റെ തുരങ്കങ്ങൾ മുഴുവൻ തകർക്കാം എന്നൊക്കെയുള്ള പുതിയ പദ്ധതികൾ ഇസ്രായേൽ ആവിഷ്കരിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതിനു മുമ്പ് നായ്ക്കളെ വിട്ടും അതുപോലെ റോബോട്ടിനെ വിട്ടും ഒക്കെ ഇത്തരം തുരങ്കങ്ങൾ ഞങ്ങൾ തകർക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നതാണ്. അവിടെയൊക്കെ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ കടൽ വെള്ളം കയറ്റിക്കൊണ്ട് ഈ പ്രദേശം മുഴുവൻ വെള്ളക്കെട്ടിലാക്കിക്കൊണ്ട് ഹമാസിന്റെ തുരങ്കങ്ങൾ നശിപ്പിക്കാം, അതിനുള്ള ആളുകളെ പുറത്തെടുക്കാം എന്നൊക്കെ ധാരണകൾ വരുന്നത്. പക്ഷെ അവിടെയുമുള്ള പ്രശ്നം ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ പക്കലാണ്. ഈ ബന്ദികളെ ചൊല്ലി ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ദികളെ കൊലയ്ക്ക് കൊടുക്കുന്ന വിധത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് പോയാൽ അത് ഇസ്രായേലിന്, നെതന്യാഹുവിന് വലിയ തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ട് അത്തരമൊരു നീക്കത്തിലേക്ക് നെതന്യാഹുവും സംഘവും എത്രത്തോളം നീങ്ങും എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഹമാസ് ഈ തുരങ്കങ്ങളിലേക്ക് വെള്ളം കയറ്റാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുകയോ ഏതെങ്കിലും തരത്തിലേക്ക് മാറാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ തങ്ങളുടെ ചാരക്കണ്ണുകൾ കൊണ്ട് അവരെ പിടികൂടാമെന്ന് കരുതിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ പറഞ്ഞത്, വ്യക്തമല്ല. പക്ഷെ എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തുകയാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഹമാസിന് സാധിക്കുന്നുണ്ട്. അവരെ ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം ഇപ്പോഴും പറയാൻ. കാരണം ഇപ്പോഴും അവരുടെ ഓഡിയോ ക്ലിപ്പുകൾ, വീഡിയോ ക്ലിപ്പുകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ക്ലിപ്പുകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇസ്രായേലിനെതിരെ, അത് യാഥാർത്ഥ്യമാണെങ്കിൽ, സ്ഥിരീകരിക്കപ്പെടുന്ന വിവരങ്ങളാണെങ്കിൽ തീർച്ചയായും ഇസ്രായേലിന് വലിയ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന മറ്റൊരു അവകാശവാദം എന്ന് പറയുന്നത് 30ഓളം വാഹനങ്ങൾ ഖാൻ യൂണിസിൽ വെച്ച് ഇസ്രായേലിന്റെ സൈനിക ആവശ്യങ്ങൾക്കായി വന്നിട്ടുള്ള 30ഓളം വാഹനങ്ങൾ, 25ലധികം വാഹനങ്ങൾ ഖാൻ യൂണിസിൽ തകർത്തു എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. അതുപോലെ 18 ഇസ്രായേലിന്റെ സൈനികരുമായി നേരിട്ട് യുദ്ധം ചെയ്തുവെന്നും ഷാർപ്പ് ഷൂട്ടിംഗ് അടക്കമുള്ള മെത്തേഡുകൾ ഹമാസ് ഉപയോഗിച്ചുവെന്നും അവരുടെ അവകാശവാദമായി പുറത്തു വരുന്നുണ്ട്. 7-ാം തീയതി മുതൽ ഇന്ന് വരെ ഏതാണ്ട് 400ലധികം ഇസ്രായേലിന്റെ സൈനികർ കൊല്ലപ്പെട്ടു. ഒക്ടോബർ 7 മുതൽ ഇന്ന് വരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണവും വരികയാണ്.
അതായത് ഇസ്രായേൽ അങ്ങോട്ടേക്ക് ആക്രമിക്കുമ്പോൾ ആളുകളുടെ എണ്ണം, അതായത് മരിച്ചു പോകുന്ന സാധാരണക്കാരുടെ എണ്ണം വലിയൊരു സംഖ്യ വരുമെങ്കിലും ഹമാസിന്റെ എത്ര ആളുകൾ മരിച്ചു എന്നത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. സാധാരണക്കാരായ കുട്ടികൾ 7000-ലധികം മരിച്ചു. സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും അടക്കമുള്ള സിവിലിയൻസ് വലിയ തോതിൽ കൊല്ലപ്പെട്ടു. 15,000-ത്തിലധികം ആളുകൾ അത്തരത്തിലുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹമാസിന്റെ ഇത്ര തലവന്മാർ, ഇത്ര ആളുകൾ, ഹമാസിന്റെ ഇത്ര തുരങ്കങ്ങൾ എന്നൊരു ഔദ്യോഗികമായ അക്യുറേറ്റ് ആയ കണക്ക് ഇപ്പോഴും ലോകത്തിന് മുന്നിൽ വെക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അതിൽ തന്നെ ഇസ്രായേലിന് വലിയ അവ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കണക്കുകൾ വരാത്തത്. ഇസ്രായേൽ ഇത്തരത്തിൽ ഈ ഹമാസിന്റെ ടാങ്കറുകളും മറ്റും പിടിച്ചെടുത്ത്, ബങ്കറുകളും മറ്റും പിടിച്ചെടുത്ത് ആളുകളെ, അതിന്റെ തലവന്മാരെ വധിക്കുന്ന കാര്യത്തിലൊക്കെ ഇസ്രായേലിന്റെ കരയുദ്ധമേ നടക്കൂ. കരയുദ്ധമുണ്ടെങ്കിൽ മാത്രമേ, കരയുദ്ധത്തിൽ മുന്നേറിയാൽ മാത്രമേ ഈ ടാങ്കറുകൾക്ക് അരികിൽ ചെല്ലാനും അതിനുള്ളിൽ ബങ്കറുകൾക്കുള്ളിൽ ചെല്ലാനും അതിനകത്തേക്ക് പോകണമെങ്കിൽ പോകാനും അവിടെയുള്ള ആളുകളെ പിടികൂടാനും വധിക്കാനും ഒക്കെ സാധിക്കും. വ്യോമാക്രമണത്തിലൂടെ അത് സാധ്യമല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കരയുദ്ധവുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായ റിപ്പോർട്ടുകളാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ പദ്ധതികളെല്ലാം പൊളിയുകയാണ്, ഒരു തരത്തിലും അവർക്ക് മുന്നേറാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ കടൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ച് പമ്പുകളിലൂടെ ഈ ടാങ്കറിനുള്ളിലേക്ക് ഒഴിച്ചുകൊണ്ട് ഹമാസിനെ തീർത്ത് കളയാൻ അല്ലെങ്കിൽ ബന്ദികളെ കണ്ടെത്താനൊക്കെ സാധിക്കുമെന്ന് അവർ പരിശോധിക്കുന്നു. പക്ഷെ ഇതിനു മുമ്പും, വർഷങ്ങൾക്ക് മുൻപ് ഹമാസിന്റെ ഗർത്തങ്ങൾക്കുള്ളിലേക്ക് വെള്ളമൊക്കെ നിറച്ച്, കടൽ വെള്ളമൊക്കെ എത്തിച്ച്, സീവേജ് വാട്ടറും എത്തിച്ചുകൊണ്ട് ഇവരെ പുറത്തെടുക്കാനും അല്ലെങ്കിൽ ഇവരുടെ സാമ്രാജ്യം തകർക്കാനും ഒക്കെയുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന ഹമാസ് അതുപോലെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ചരിത്രപരമായി നമ്മൾ പരിശോധിച്ചാലും ഈ മെത്തേഡും പരാജയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടും ഹമാസിനെ പൂർണ്ണമായും തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. സമീപകാല ചരിത്രമാണ്. അതാണ് ഹമാസ് ഇപ്പോഴും പറയുന്നത്, ഞങ്ങളെ തോൽപ്പിക്കാനാകില്ല, ഞങ്ങൾ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. ഇസ്രായേൽ ഒരു വശത്ത് ആക്രമണം കടുപ്പിക്കുമ്പോൾ മറുവശത്ത് ഓരോ ദിവസവും അല്ലെങ്കിൽ കുറച്ചധികം മണിക്കൂറുകൾ കഴിയുമ്പോൾ ഹമാസും ഇസ്രായേലിന് ഇത്ര കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ ആളുകൾക്കും ഇത്ര നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഗസയിൽ ചെയ്യുന്നതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുകയാണ്, അതാണ് ഞങ്ങളുടെ പ്രതികാരമാണ് നിങ്ങൾ കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ട് തങ്ങളുടെ നിലപാട് പറയാൻ ഹമാസിന് സാധിക്കുന്നുണ്ട്. എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഹമാസിൻ്റെ പിന്തുണയ്ക്കുന്ന ആളൊന്നുമല്ല, ഹമാസിൻ്റെ സപ്പോർട്ടറുമല്ല, ഹമാസിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ് ഹമാസിനെതിരെ ഞാൻ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, യുദ്ധം ഉണ്ടാകാനിടയുള്ള ഒരു നടപടികളോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെയാണ്. യുദ്ധമുണ്ടാകുന്ന തരത്തിൽ, ആൾനാശം ഉണ്ടാകുന്ന വിധത്തിൽ, അതെന്ത് കാരണം പറഞ്ഞായാലും യുദ്ധം അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങൾ തുടരുന്നതിനോട് യോജിപ്പില്ല. മറിച്ച് ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട്, അത് ഹമാസിനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല, പക്ഷേ ഒരു യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് ചർച്ചകളിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കാനും പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാക്കാനും വേണ്ട നടപടികളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ശരിയായ നടപടിയല്ല, അതിനെ പിന്തുണയ്ക്കാനുമാകില്ല. പക്ഷേ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ, ഇവിടെ ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള യുദ്ധം നടക്കുകയാണ്, അതിൻ്റെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതിൽ കൃത്യമായത് കണ്ടെത്തി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഹമാസിനുണ്ടാകുന്ന ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്, ഇത്ര നാളായിട്ടും ഇത്രയും വലിയ ബോംബിംഗ് ഉണ്ടായിട്ടും ഇത്രയധികം സൈന്യം ഗസയിലേക്ക് ഇരച്ചു കയറിയിട്ടും ഇത്രയധികം മർക്കാവ ടാങ്കുകൾ പോലുള്ള വലിയ ടാങ്കുകളൊക്കെ എത്തിച്ച് തുടർച്ചയായ ബോംബിങ്ങും അതുപോലെ തന്നെ കരയുദ്ധത്തിനുള്ള മൂവ്മെന്റും നടത്തിയിട്ടും ഹമാസിന്റെ പറയപ്പെടുന്ന തലവന്മാരെ ഒന്നും തൊടാൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അതിനപ്പുറം ബന്ദികളെ ഹമാസ് വിചാരിച്ചതുകൊണ്ട് കുറച്ചുപേരെ പുറത്തു കിട്ടിയെന്നതല്ലാതെ ഒരു തരത്തിലും ബന്ദികളെ ഒരാളെപ്പോലും ഇസ്രായേൽ സൈന്യത്തിന് അങ്ങോട്ട് പോയി റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഹമാസിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. 60 ദിവസത്തോളമായി യുദ്ധം തുടരുന്നു, കോടാനുകോടി തുക ചെലവാകുന്നു, അത്രയധികം സൈനികരെ അവിടേക്ക് വിന്യസിക്കുന്നു, ഇത്രയും വലിയ സന്നാഹങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. എന്നിട്ടൊന്നും ഹമാസിനെ ഒന്നും നോവിക്കാൻ, അതായത് ഹമാസ് പേടിച്ച് പിന്തിരിഞ്ഞോടുകയോ അല്ലെങ്കിൽ അവരെ സാഷ്ടാംഗം പ്രണമിച്ച് ഞങ്ങൾ ഇനി യുദ്ധത്തിനില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം, ഞങ്ങൾ നിങ്ങളുടെ ബന്ദികളെ മുഴുവൻ വിട്ടുതരാമെന്ന് പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ബന്ദികളെ വിട്ടുതരുന്ന കാര്യത്തിൽ പോലും ഹമാസ് പറഞ്ഞത് 7000-ഓളം വരുന്ന പലസ്തീനിയൻ തടവുകാരെ നിങ്ങൾ വിട്ടു തന്നാൽ ഞങ്ങൾ ഈ ബന്ദികളെ മുഴുവൻ വിട്ടുതരാമെന്നാണ്. അതുപോലെ തന്നെ സൈനികർ കരയുദ്ധം തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ, കരയുദ്ധം തുടങ്ങിയാൽ ഗസ ഇസ്രായേലി സൈനികരുടെ ഒരു ശവപ്പറമ്പാക്കി ഞങ്ങൾ മാറ്റും എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഏതാണ്ട് അതുപോലെ സംഭവിച്ചു. ഇപ്പോഴും മരണസംഖ്യകൾ കൂടുന്നു, ഇസ്രായേലി സൈനികർക്കുണ്ടാകുന്ന കാഷ്വാലിറ്റീസ് കൂടുന്നു എന്ന റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ മീഡിയകളിൽ വരുന്നുണ്ട്. ഒരു വശം മാത്രം കണ്ടുകൊണ്ട് ഇസ്രായേലിന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തെക്കാൾ വലിയ ശക്തിയാണ് ഇസ്രായേലൊക്കെ കരുതിയാൽ നമുക്കൊന്നും ചെയ്യാനില്ല, ഒന്നും പറയാനില്ല.
പക്ഷേ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഈ വിഷയത്തെ സമീപിച്ചാൽ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന് പ്രത്യാക്രമണം ഉണ്ടാകും. ഇസ്രായേൽ സൈന്യം അങ്ങോട്ട് വെടിവെച്ചാൽ അവരുടെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ അവർ തിരിച്ചു വെടിവെക്കും. ഇസ്രായേൽ സൈന്യത്തിന് അത് കൊള്ളും. കൊണ്ടാൽ മരിക്കുകയോ അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ മാരകമായി പരിക്കേൽക്കുകയോ ചെയ്യും. ഇന്ദ്രന്മാരെന്നുമല്ല ഇസ്രായേൽ സൈനികർ എന്നുള്ളത് ജനങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ നെതന്യാഹു എന്ന് പറയുന്ന വ്യക്തിയും ദൈവത്തെക്കാൾ വലിയ ആളൊന്നുമല്ല. അദ്ദേഹത്തിനും വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം രാജ്യത്ത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ തരത്തിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നത്. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. എന്തായാലും ഹമാസ് തളരുന്നില്ല എന്ന് അവരുടെ പ്രവൃത്തിയിലൂടെ, അവരുടെ വെല്ലുവിളികളിലൂടെ, അവരുടെ ഈ വീഡിയോ ഫുട്ടേജുകളൊക്കെ പ്രചരിപ്പിക്കുന്നതിലൂടെ നിരന്തരമായി തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ യുദ്ധം എന്ന് അവസാനിക്കും, പലസ്തീനിലെ സാധാരണക്കാരായ, ഗസയിലെ സാധാരണക്കാരായ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും അവിടുത്തെ സാധാരണ ജനങ്ങൾക്കും എന്ന് ഭീതിയില്ലാതെ സമാധാനമായി ഉറങ്ങാൻ കഴിയും? ഈ ചോദ്യമാണ് ലോകം മുഴുവൻ ചോദിക്കുന്നത്. ഇപ്പൊ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ അറ്റാക്ക് രൂക്ഷമാകുന്നു. ഇസ്രായേലിനെതിരെ ഹമാസ് ആയുധങ്ങളുമായി യുദ്ധം ചെയ്യുന്നു, തിരിച്ചും വ്യോമാക്രമണം നടത്തുന്നു. ഇവിടങ്ങളിലൊക്കെ മാരകമായ ദുരന്തം സംഭവിക്കുന്നത് അത് ഗസയിലെ സാധാരണക്കാരായ മനുഷ്യർക്കാണ്. അത് അവസാനിപ്പിക്കാനുള്ള ശ്രമം എത്രയും വേഗം ഉണ്ടാകണമെന്ന് തന്നെയാണ് പ്രാർത്ഥന. ആ പാവങ്ങളുടെ കരച്ചിൽ, അവരുടെ മരണങ്ങൾ, ആ ദാരുണ മരണങ്ങൾ, കുഞ്ഞുങ്ങളുടെ മരണങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ്. അപ്പോൾ അത് എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള നടപടികൾ എല്ലായിടത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാനേ നമുക്ക് സാധിക്കും. നിർഭാഗ്യവശാൽ ഇസ്രായേൽ ഒരൊറ്റ സ്റ്റാൻഡിൽ പോവുകയാണ്. ഞങ്ങൾ മുഴുവനായി തകർത്തു തരിപ്പണമാക്കുമെന്ന് പറയുകയാണ്. ഹമാസും വിട്ടുകൊടുക്കാത്തിടത്തോളം കാലം ഇസ്രായേലിന് പ്രകോപനം വർദ്ധിക്കുകയാണ്. അത് സാധാരണക്കാരുടെ ദാരുണാന്ത്യത്തിലേക്ക് വാതിൽ തുറക്കുകയാണ്. അതാണ് സംഭവിക്കുന്നത്. ഇനിയും അടുത്തൊന്നും സമാധാനം ഉണ്ടാകില്ല എന്ന ആശങ്കയാണ് ഗസയിൽ നിന്ന് ഉയരുന്നത്.